നമസ്കാരം. നടനും തിരക്കഥാകൃത്തും സംവിധായകനുമൊക്കെയായ ശ്രീനിവാസൻ ജനിച്ചു വളർന്നത് കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഹൃദയഭൂമിയിലാണ്. അതായത് തലശ്ശേരിയിലെ പാട്യം എന്ന സ്ഥലം. പാട്യത്ത് നിന്ന് നിരവധി നേതാക്കന്മാർ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളുണ്ടായിട്ടുണ്ട്. പാട്യം ഗോപാലനെയൊക്കെ പോലെയുള്ള വളരെ പ്രമുഖരായ പല നേതാക്കളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഉണ്ടായിട്ടുമുണ്ട്. എന്നാൽ ഈ ഒരു കമ്മ്യൂണിസ്റ്റ് അധിനിവേശ മേഖലയിൽ നിന്ന് വന്ന ശ്രീനിവാസനാകട്ടെ പിന്നീട് അദ്ദേഹം സിനിമയ്ക്ക് തിരക്കഥ എഴുതിയ സമയത്തൊക്കെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ ഈ കാപട്യത്തെ നന്നായി പൊളിച്ചെടുക്കുന്ന കാര്യത്തിലും വളരെ ശ്രദ്ധ കാട്ടിയിട്ടുണ്ട് എന്ന് പറയാതിരിക്കാനാവില്ല. തീർച്ചയായും ശ്രീനിവാസനെ പലരെയും നന്നായിട്ട് അറിയാമായിരുന്നു. ഇവർ പറയുന്നതൊന്നും അല്ല ജീവിതത്തിൽ പ്രവർത്തിക്കുന്നത് എന്ന്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണങ്ങളാണ് സന്ദേശവും വരവേൽപ്പും എന്ന രണ്ട് ചിത്രങ്ങൾ. സന്ദേശത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതിലെ കുമാരവിള സാറിൻ്റെ താത്വിക വിശദീകരണമൊക്കെ തന്നെ നമ്മൾ എത്രയോ തവണ കേട്ടതാണ്. പക്ഷേ അതേ സിനിമയിൽ തന്നെ മറ്റൊരു രംഗവും നമുക്കൊരിക്കലും മറക്കാൻ കഴിയുകയില്ല. അത് ശ്രീനിവാസൻ്റെ ഒരു വീക്ഷണത്തിൻ്റെ കൂടി ഏറ്റവും വലിയ തെളിവായി മാറുകയാണ്. ഇതിലെ കോട്ടപ്പള്ളി എന്ന ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രവും സഹോദരൻ KRP എന്ന ജയറാം അവതരിപ്പിക്കുന്ന കഥാപാത്രവും തമ്മിൽ തർക്കിക്കുമ്പോൾ ജയറാമിൻ്റെ കഥാപാത്രം ചോദിക്കുന്നു, പോളണ്ടിൽ എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പ്രകോപിതനായ കോട്ടപ്പള്ളി പറയുന്നത് പോളണ്ടിനെക്കുറിച്ച് ഒരൊറ്റ അക്ഷരം മിണ്ടിപ്പോകരുത് എന്നാണ്. അന്ന് ആഗോളതലത്തിൽ തന്നെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് വലിയ തോതിലുള്ള തകർച്ച സംഭവിച്ചൊരു കാലഘട്ടമായിരുന്നു. ഗ്ലാസ്നോസ്റ്റും പെരിസ്ട്രോയ്ക്കയും എല്ലാം അന്ന് റഷ്യ തകർന്നു. അതുപോലെ കിഴക്കൻ യൂറോപ്പിലെ പല കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളും തകരുകയും അവിടെ വലിയ സോഷ്യലിസ്റ്റ് ജീവിതം നയിച്ചിരുന്നു എന്ന് പറഞ്ഞിരുന്ന നേതാക്കന്മാർ പലരും അത്യാഡംബര ജീവിതമാണ് നയിച്ചിരുന്നത് എന്ന് ജനം മനസ്സിലാക്കിയ ഒരു കാലഘട്ടം കൂടിയായിരുന്നു അത്. റുമേനിയയിലെ ചൗഷസ്കുവിനെയൊക്കെ നാട്ടുകാർ തല്ലിക്കൊന്ന കഥ നമുക്കറിയാം. അതുപോലെ റഷ്യയിലും കിഴക്കൻ ജർമ്മനിയിലും ഒക്കെ തന്നെ ഉണ്ടായ മാറ്റങ്ങളെ അതിൻ്റേതായ അർത്ഥത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ശ്രീനിവാസൻ അത് എഴുതിയിട്ടുള്ളത്. ഇനി പോളണ്ടിൻ്റെ കാര്യത്തിൽ ഒരു അക്ഷരം മിണ്ടിപ്പോരുത് എന്ന്. നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽപ്പെട്ട പലരും തങ്ങൾക്ക് നേരെ വരുന്ന വിമർശനങ്ങളെ അസഹിഷ്ണുതയോടെ കാണുകയും ചോദ്യം ചോദിക്കുന്ന ആളിനെ അടിച്ചമർത്താൻ അല്ലെങ്കിൽ അടിച്ചിരുത്താൻ ശ്രമിക്കുകയും ചെയ്യുന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണമായി മാറുകയാണ് ഈ രംഗം. പോളണ്ടിനെക്കുറിച്ച് ഇനി ഒരു ഒറ്റ അക്ഷരം മിണ്ടിപ്പോകരുത് എന്നുള്ള ആ ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന കഥാപാത്രം വളരെ രൂക്ഷമായ ഭാവത്തോടു കൂടിയാണ് ഈ കോട്ടപ്പള്ളി തൻ്റെ സഹോദരനായ എതിർകക്ഷിയിൽപ്പെട്ട ആളിനോട് വല്ലാതെ ദേഷ്യപ്പെട്ടുകൊണ്ട് പറയുന്നത്. അതുപോലെ ഇതിലെ പല രംഗങ്ങളിലുമൊക്കെ തന്നെ ഈ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ കാപട്യത്തെ നന്നായി തുറന്നു കാട്ടുന്നുണ്ട്. അമ്പലത്തിൽ പോരുന്ന പാർട്ടിയുടെ അണികളെ ഉപദേശിച്ചിട്ട് പുലർച്ചെ ആരും കാണാതെ അമ്പലത്തിൽ പോകുന്ന നേതാക്കന്മാർ കുമാരവിള സാറും കോട്ടപ്പള്ളിയും ഒക്കെ തന്നെ അത്തരക്കാരാണ് എന്ന് സിനിമയിൽ വളരെ വ്യക്തമായി മനസ്സിലാവുന്നുണ്ട്. ഇരുവരും തമ്മിലുള്ള സംഭാഷണത്തിലും അത് വ്യക്തമാണ്. അതുപോലെ രാഷ്ട്രീയ ഗുരുവായ കുമാരവിള കോട്ടപ്പള്ളിയോട് പറയുന്നുണ്ട്, നമ്മൾ രണ്ടുപേരും മാത്രം ഇക്കാര്യം അറിഞ്ഞാൽ മതി, ഇത് ആരോടും പറയരുതെന്ന്. ഇരുവരും പുലർച്ചെ അമ്പലത്തിൽ രഹസ്യമായി പോകുന്നുണ്ടെന്നുള്ള കാര്യം കണ്ടുപിടിക്കപ്പെട്ടതിൻ്റെ ആ ജാള്യത മറയ്ക്കാനാണ് ഇത് ആരോടും പറയരുത് എന്ന് ഇരുവരും പറയുന്നത്. അതുപോലെ സഖാവ് കുമാരപിള്ളയും കോട്ടപ്പള്ളിയും എല്ലാം യോഗം ചേരുമ്പോൾ അക്കൂട്ടത്തിലെ ഒരു പാർട്ടി പ്രവർത്തനം എണീറ്റ് നിന്നുകൊണ്ട് നമ്മുടെ പാർട്ടിക്ക് അടിത്തറ നഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോൾ അപ്പോൾ സഖാവ് കുമാരപിള്ള പറയുകയാണ്, അച്ചടക്കം ലംഘിച്ചാൽ നമ്മുടെ പാർട്ടിയിലെ അവസ്ഥ നമുക്ക് അറിയാമല്ലോ, അതിന് വിരട്ടാണ്. കാരണം ഇവിടെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറയാം, ഉൾപ്പാർട്ടി ജനാധിപത്യം ഉണ്ട് എന്നൊക്കെയാണ് വെപ്പ്. എങ്കിലും ഇവിടെയും ഞങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത അഭിപ്രായം പറഞ്ഞാൽ ഞങ്ങൾ അച്ചടക്ക നടപടി സ്വീകരിക്കുമെന്നാണ്. ഈ അനുഭവം കേരളത്തിലെ എത്രയോ കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർക്ക് ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരുകാരനായ ശ്രീനിവാസന് നന്നായിട്ട് അറിയുകയും ചെയ്യാം. അതുകൊണ്ടുകൂടി തന്നെയായിരിക്കാം അദ്ദേഹം ഇത്രയും ശക്തമായ തോതിൽ ഈ സിനിമയിൽ ഇത്തരം സംഭാഷണങ്ങൾ ഉപയോഗിച്ച്. ഇതുപോലെ തന്നെ ശ്രീനിവാസന് മറ്റൊരു ശ്രദ്ധേയമായ സിനിമയാണ് വരവേൽപ്പ്. ഗൾഫിൽ നിന്ന് മടങ്ങിയെത്തി ഉള്ള സമ്പാദ്യം കൊണ്ടൊരു സ്വകാര്യ ബസ് വാങ്ങി ബസ് സർവീസ് ആരംഭിക്കാൻ പോകുന്ന മനുഷ്യനെ, സാധാരണക്കാരനെ ഒരു ബസ് മുതലാളിയാക്കി ചിത്രീകരിച്ച് അവിടുത്തെ തൊഴിലാളി നേതാക്കന്മാർ വട്ടം ചുറ്റിക്കുന്ന കാഴ്ച നമ്മൾ കാണുന്നു. ഒടുവിൽ ഗതികെട്ട അയാൾ തൊഴിലാളി നേതാവിനോട് ചോദ്യം ചോദിക്കുന്നുണ്ട്, തൊഴിലാളി നേതാവായ തനിക്ക് ഏത് തൊഴിലറിയാമെന്നും. ഇത് വളരെ പ്രസക്തമായ ചോദ്യമാണ്. കാരണം നമ്മുടെ നാട്ടിലെ പല തൊഴിലാളി യൂണിയൻ നേതാക്കൾക്കും അവർ പ്രതിനിധീകരിക്കുന്ന തൊഴിലാളി പ്രസ്ഥാനത്തിലെ വിശദാംശങ്ങളോ അതിൻ്റെ സാങ്കേതികമായ ഒരു കാര്യങ്ങളും പറയാൻ അറിഞ്ഞുകൂടാ എന്ന് തന്നെയാണ്, അല്ലെങ്കിൽ വിശദീകരിക്കാൻ അറിയില്ല എന്ന് തന്നെയാണ് ശ്രീനിവാസൻ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കേന്ദ്ര സർക്കാർ കൊണ്ടുവന്ന പുതിയ തൊഴിൽ നിയമം അനുസരിച്ച് ഈ ട്രേഡ് യൂണിയനുകളുടെ ഭാരവാഹിത്വം ഏൽക്കേണ്ടത് അതത് സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന ആളുകളായിരിക്കണം എന്നാണ്. അതല്ലാതെ പുറമേ നിന്നുള്ള രാഷ്ട്രീയക്കാരനെ കൊണ്ടുവന്ന് അവിടെ ഇരുത്തരുതെന്നാണ്. ഇത് തന്നെയാണ് ഈ സിനിമയും പറയുന്നത്. ഒരാൾ ഗൾഫിൽ നിന്ന് കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കി കൊണ്ടുവന്നൊരു സെക്കൻഡ് ഹാൻഡ് ബസ് വാങ്ങിക്കുമ്പോൾ പിന്നെ അത് പൂട്ടിക്കാൻ നടത്തുന്ന ശ്രമങ്ങളാണ്. ആ ബസ്സിൻ്റെ സർവീസ് അവസാനിപ്പിക്കാൻ വേണ്ടി അവിടുത്തെ രാഷ്ട്രീയ നേതാക്കളും ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഒരുമിച്ച് നടത്തുന്ന ഈ ഒരു രീതി സാധാരണ നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾക്ക് മാത്രം പറഞ്ഞിട്ടുള്ള ഒന്നാണ്. അവരുടെ വെട്ടിനിരത്തൽ സമരവും കൊടികുത്തി അവിടെ ജോലി അവസാനിപ്പിക്കുന്ന രീതികളുമൊക്കെ വളരെ രൂക്ഷമായ ഭാഷയിലാണ് ശ്രീനിവാസൻ വിമർശിക്കുന്നത്. പിന്നീട് ശ്രീനിവാസൻ തന്നെ ഈ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ റിലീസ് ചെയ്തതിന് ശേഷം തൻ്റെ നാട്ടിലെ ഒരു CPM നേതാവ് തന്നെ വിളിച്ചിട്ട് ഇത്രയ്ക്ക് വേണമായിരുന്നോ എന്ന ചോദ്യത്തിന് ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്നാണ് പറയുന്നത് എന്ന് ശ്രീനിവാസൻ മറുപടി നൽകി എന്നാണ് പറയുന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കുടുംബം വാങ്ങിയ ബസ്സിനാണ് അന്നത്തെ കാലത്ത് ഈ ഒരു ദുരന്തമുണ്ടായത്. തൻ്റെ ജീവിതത്തിൽ തൻ്റെ കുടുംബത്തിലുണ്ടായ വലിയ ഒരു പ്രശ്നം തന്നെയാണ് ശ്രീനിവാസൻ പിന്നീട്
ഈ സിനിമയിൽ ഒരു പ്രധാന വിഷയമായി അവതരിപ്പിച്ചത്. ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം, കമ്മ്യൂണിസ്റ്റ് ഹൃദയഭൂമിയായ കണ്ണൂരിലാണ് ജനിച്ചു വളർന്നതെങ്കിലും ആ പ്രസ്ഥാനത്തിൽ പിന്നീടുണ്ടായ അപജയങ്ങളെ ശ്രീനിവാസൻ ഒരിക്കലും അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളത് തന്നെയാണ്. അതുതന്നെയാണ് തൻ്റെ ചിത്രങ്ങളിലൂടെ അദ്ദേഹം കൃത്യമായി നമുക്ക് മുന്നിൽ അവതരിപ്പിച്ചതും. അറബിക്കഥ ചിത്രം ശ്രീനിവാസൻ അല്ല തിരക്കഥ എഴുതിയ ഡോക്ടർ ഇക്ബാൽ കുറ്റിപ്പുറമാണെങ്കിൽ പോലും അതിലെ ക്യൂബ മുകുന്ദൻ എന്ന കഥാപാത്രം നമ്മളെ എന്നും വല്ലാതെ വേട്ടയാടും. കാരണം പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച ക്യൂബ മുകുന്ദൻ്റെ അയാളുടെ അച്ഛൻ്റെയൊക്കെ കഥയാണ്. പുതിയ തലമുറയിലെ ന്യൂജൻ കമ്മ്യൂണിസ്റ്റുകാരായ നേതാക്കന്മാർ ഇപ്പോൾ സ്വന്തമായി 4 കാശുണ്ടാക്കാനും വിദേശ രാജ്യങ്ങളിൽ പോയി അവിടുത്തെ പ്രവാസികളെ സോപ്പിട്ട് പണം ഉണ്ടാക്കാനും അല്ലെങ്കിൽ ഇടനിലയ്ക്കാനും കമ്മീഷൻ അടിക്കാനും ഒക്കെ നടത്തുന്ന ശ്രമങ്ങളെ രൂക്ഷമായി പൊളിച്ചടുക്കിയ സിനിമയായിരുന്നു അറബിക്കഥ. ശ്രീനിവാസനെ തിരക്കഥ എഴുതിയിട്ടില്ല എങ്കിൽ പോലും അതിലെ പ്രധാന കഥാപാത്രമായ ക്യൂബ മുകുന്ദനെ അദ്ദേഹം അനശ്വരനാക്കിയിരുന്നു. ശരിക്കും ശ്രീനിവാസനെ സംബന്ധിച്ചിടത്തോളം ഇത്തരം സഹാക്കളെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ടായിരുന്നു സ്വന്തം നാട്ടിൽ. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെയായിരിക്കാം അദ്ദേഹം ഈ കഥാപാത്രമായി അഭിനയിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് വേണം കരുതാൻ. കാരണം എത്രയോ ക്യൂബ മുകുന്ദന്മാർ ഇത്തരത്തിലുള്ളവർ നമ്മുടെ നാട്ടിലുണ്ട്. ലോകം മാറിയതോ കാലം മാറിയതോ ഒന്നും മനസ്സിലാക്കാതെ ഇപ്പോഴും സമത്വസുന്ദരമായ ലോകം എവിടെയൊക്കെയോ ഉണ്ടെന്ന് തെറ്റിദ്ധരിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളുണ്ട്. ശ്രീനിവാസൻ തന്നെ പിൽക്കാലത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, താൻ ചൈന സന്ദർശിച്ചപ്പോൾ അവിടെയെങ്കിലും തന്നെ താൻ പണ്ട് പഠിച്ച മധുര മനോജ്ഞ ചൈന കണ്ടില്ല എന്ന്. ചൈന ഇപ്പോഴൊരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായി മാറിയിരിക്കുന്നത് സത്യം അദ്ദേഹം പറയുകയാണ്. സ്വകാര്യ വ്യവസായങ്ങൾ അവിടെ വരുന്നുണ്ട്. ഈ മുതലാളിമാരുടെ ഈ കമ്പനിക്കുള്ളിലാണ് അവിടുത്തെ ട്രേഡ് യൂണിയനുകളുടെ ഓഫീസ് സ്ഥിതി ചെയ്യുന്നത്. ചൈനയിൽ പോയി വരുമ്പോൾ തനിക്കൊരു ചെങ്കൊടി വാങ്ങിക്കൊണ്ട് വരണമെന്നൊരു സുഹൃത്ത് തന്നോട് നിർദ്ദേശിച്ചിരുന്നുവെന്നും കമ്മ്യൂണിസ്റ്റുകാരനായ സുഹൃത്തിന് വേണ്ടി ചെങ്കൊടി വാങ്ങാൻ നോക്കിയിട്ട് അവിടെ ഒരിടത്തും ചെങ്കൊടി തനിക്ക് വാങ്ങാൻ കിട്ടിയില്ല എന്നുമൊക്കെ ശ്രീനിവാസൻ പിൽക്കാലത്ത് ഒരു അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ വളർന്നു വന്ന ഒരു കാലത്ത് ആദർശവും സത്യസന്ധതയും ഒക്കെ പാലിച്ചിരുന്ന ഒരുപാട് നേതാക്കന്മാരുണ്ടായിരുന്നൊരു പ്രസ്ഥാനം പിന്നീട് എങ്ങനെയാണ് ഈ ഇടനിലക്കാരുടെയും ഈ എങ്ങനെയും കാശുണ്ടാക്കണം, അല്ലെങ്കിൽ എൻ്റെ കുടുംബത്തിന് അല്ലെങ്കിൽ എൻ്റെ മക്കൾക്ക് വേണ്ടി മാത്രം ഈ സമ്പാദിച്ചാൽ മതി എന്നൊക്കെ ചിന്തിക്കുന്ന ഒരുപാട് നേതാക്കന്മാർ ആ പാർട്ടിയിൽ വളർന്നു വരുന്നതിൻ്റെ അപജയത്തെക്കുറിച്ച് തന്നെയാണ്. അതുകൂടാതെ ആ പാർട്ടിയിൽ വളർന്നു വരുന്ന ഈ ഒരു ഹിപ്പോക്രറ്റുകളായ നേതാക്കളെക്കുറിച്ചുമൊക്കെ ശ്രീനിവാസൻ വളരെ ശക്തമായ ഭാഷയിലാണ് വിമർശിച്ചത്. പക്ഷേ ഇവിടെ ഒരു കാര്യം നമ്മൾ ഓർക്കണം, അദ്ദേഹം ഇവരെയൊക്കെ വിമർശിക്കുമ്പോഴും ഭാഷ വിമർശനത്തിൻ്റേത് മാത്രമായിരുന്നു, ഒരിക്കലും അത് അധിക്ഷേപത്തിൻ്റെ വക്കിലേക്ക് പോയിരുന്നില്ല എന്നുള്ള കാര്യം. ശ്രീനിവാസൻ വളരെ ശക്തമായ ഭാഷയിൽ തന്നെയാണ് തനിക്കിഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത ആളുകളൊക്കെ തന്നെ വിമർശിച്ചിട്ടുള്ളത്. പക്ഷേ ആ ഭാഷ സൗമ്യമായ ഭാഷയായിരുന്നു, മാന്യമായ ഭാഷയായിരുന്നു. സർവോപരി അതിലാണെങ്കിൽ അല്പം നർമ്മം കലർത്തിയാണ് അദ്ദേഹം പറഞ്ഞിരുന്നത് എന്ന് തന്നെ നമ്മൾ കരുതേണ്ടി വരും. കാരണം താൻ ജനിച്ചു വളർന്ന നാട്ടിലെ ആളുകൾ അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ഒരുപാട് നിഷ്കളങ്കരായ ആളുകൾ പണ്ട് അവരുടെ ജീവൻ കൊടുത്ത് നേടിയ ഈ ഒരു പ്രസ്ഥാനത്തെ അല്ലെങ്കിൽ വളർത്തിയെടുത്ത പ്രസ്ഥാനത്തെ ഒരു സംഘം സ്ഥാനമോഹികളും ലാഭം ഇച്ഛിച്ച് നടക്കുന്ന ആളുകളും ചേർന്ന് നശിപ്പിക്കുന്നത് കണ്ട ഈ ഒരു സാഹചര്യം തന്നെയായിരിക്കാം ശ്രീനിവാസനെ കൊണ്ട് ഇത്തരത്തിൽ സിനിമയ്ക്ക് തിരക്കഥ എഴുതിക്കാനും അതല്ലെങ്കിൽ ക്യൂബ മുകുന്ദനെ പോലുള്ള ഒരു കഥാപാത്രത്തെ തിരക്കഥ എഴുതിയില്ലെങ്കിൽ പോലും അതിലെ പ്രധാന കഥാപാത്രമായി അഭിനയിക്കാനുമൊക്കെ പ്രേരിപ്പിച്ചത് എന്ന് വേണം കരുതാൻ.